ഗ്രീസിൽ മടങ്ങിയെത്തിയ ഗ്രേറ്റ തുംബർഗ് ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി ഇത്തരം കാര്യങ്ങളിൽ ഇസ്രായേലിനെതിരെ കൈക്കൊള്ളണമെന്ന നിർദ്ദേശം കൂടിയാണ് ആക്ടിവിസ്റ്റുകൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ പോലും നിരവധി ആക്ടിവിസ്റ്റുകൾ നിരാഹാര സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ തിരിച്ചയക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായിട്ട് ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ദിവസങ്ങളോളം അവരെ തടങ്കലിലിടാനുള്ള നീക്കങ്ങൾ കൂടിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അജീം, നാസർ, ഷർം ഷെയ്ഖിലെ ചർച്ച എന്തായി? ഷർം ഷെയ്ഖിലെ ചർച്ച ഇപ്പൊ രണ്ടാം ദിവസവും വലിയ പുരോഗതി ഉണ്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും അവകാശപ്പെടുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പരോക്ഷമായിട്ട് ഹമാസിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇന്നലെ രാത്രി ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്നത് 20 പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ബന്ദികളുടെ കൈമാറ്റം, അതോടൊപ്പം തന്നെ അതിന് ആനുപാതികമായിട്ടുള്ള പലസ്തീൻ തടവുകാരുടെ വിട്ടയക്കൽ, ഇത്തരം കാര്യങ്ങളും സൈനിക പിന്മാറ്റത്തിന്റെ കൃത്യമായിട്ടുള്ള സ്ഥലനിർണയം, അതുമാണ് ഈ പ്രാരംഭഘട്ടത്തിലുള്ള ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും വരുന്നത്. തുടർന്നുള്ള ഘട്ടങ്ങളായിരിക്കും കൂടുതൽ സങ്കീർണം. അതിൽ ഹമാസിന്റെ നിരായുധീകരണം വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ യുദ്ധാനന്തര ഗസയുടെ ഭാവി വരുന്നുണ്ട്, ഇടക്കാല മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യഘട്ടം കുറെ കൂടി എളുപ്പമായിരിക്കുമെന്ന സൂചനയാണ് അമേരിക്കൻ വൃത്തങ്ങൾ നൽകുന്നത്. എന്തായാലും മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും വലിയ സംതൃപ്തിയിലാണ്. കാരണം രണ്ടാം ദിവസമായിട്ടുള്ള ചർച്ച പുരോഗമിക്കുന്ന ഘട്ടത്തിലും വലിയ പുരോഗതിയാണുള്ളതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ 1-2 ദിവസം കൂടി എടുത്തുകൊണ്ട് തന്നെ ഷർം ഷെയ്ഖിൽ ഈ ചർച്ച ശുഭകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. പക്ഷേ ഇസ്രായേൽ നേതൃത്വം, പ്രധാനമായിട്ടും നെതന്യാഹു, ഏതെങ്കിലും നിലയ്ക്ക് ഈ സാധ്യതയെ അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുമോ എന്ന ആശങ്ക ഇസ്രായേലിലുടനീളമുണ്ട്. അതുകൊണ്ട് ബന്ധുക്കളും പ്രതിപക്ഷവും വലിയ തോതിൽ തന്നെ തങ്ങളുടെ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ കൂടിയാണ്. അജിം, നാസർ, 20 നിർദ്ദേശങ്ങളിൽ ഹമാസിന് സ്വീകാര്യമായവ ഏതാണ്, അല്ലാത്തത് ഏതാണ്? ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ബന്ദികളെ വിട്ടുകൊടുക്കാൻ ഹമാസ് ഔദ്യോഗികമായി തന്നെ നേരത്തെ തീരുമാനിച്ചതാണ്. അതിനെപ്പറ്റി അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്നത് ആക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക, അതോടൊപ്പം തന്നെ സൈനിക പിന്മാറ്റം. ഈ സൈനിക പിന്മാറ്റം കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും ഗസക്ക് പുറത്തേക്ക് സൈനിക പിന്മാറ്റം ഉണ്ടാകുമെന്ന് ഹമാസ് പോലും കരുതുന്നില്ല. എങ്കിലും ഗസ സിറ്റിയിൽ നിന്നൊക്കെ അകലേക്ക് ഈ സൈന്യം പിന്മാറണമെന്നൊരു നിബന്ധനയാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ചതായി ഔദ്യോഗികമായി തന്നെ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. അക്കാര്യത്തിൽ ഇസ്രായേൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബന്ദികളുടെ കൈമാറ്റം നടത്തും. അതോടൊപ്പം തന്നെ ഈ 1700 തടവുകാരെയും 250 ജീവപര്യന്തം തടവുകാരെയും വിട്ടയക്കാനാണ് കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ പിന്നെ കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം വിട്ടയക്കുന്ന തടവുകാർ ആരൊക്കെ ആയിരിക്കണം എന്ന കാര്യത്തിലുള്ള നിർദ്ദേശം അതും ഇസ്രായേൽ സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാന കടമ്പ കിടക്കുന്നത് ഹമാസിന്റെ നിരായുധീകരണവും യുദ്ധാനന്തര ഗസയുടെ ഭാവിയും ഇടക്കാല മന്ത്രിസഭയുമാണ്. പലസ്തീനികളല്ലാത്ത ആരും ഇടക്കാല മന്ത്രിസഭയിൽ വരുന്നതിനെ ഹമാസ് അംഗീകരിക്കുന്നില്ല. ഇക്കാര്യം മധ്യസ്ഥ രാജ്യങ്ങളെ അവർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരായുധീകരണം എന്നത് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകാനുള്ള അവസരം ഒരുങ്ങണം. അത്തരമൊരു അവസരം ഒരുങ്ങുന്ന ഘട്ടത്തിൽ ആ പലസ്തീൻ നേതൃത്വത്തിന്, അതാരായിരുന്നാലും, അവർക്ക് ആയുധങ്ങൾ കൈമാറാമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഇതും പിന്നെ പ്രായോഗികമായിട്ടുള്ള ഒട്ടേറെ ഇസ്രായേലിന്റെ എതിർപ്പുകൾ നേരിടുന്ന മേഖലയാണ്. അതുകൊണ്ട് ആദ്യഘട്ട ചർച്ച ബന്ദികളുടെ കൈമാറ്റവും അതിനാനുപാതികമായിട്ടുള്ള പലസ്തീൻ തടവുകാരുടെ കൈമാറ്റവും നടക്കും. അതോടൊപ്പം നിത്യം 600 ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് വരുന്ന സാഹചര്യം രൂപപ്പെടും. പക്ഷേ ഈ അനുകൂലമായിട്ടുള്ള തീരുമാനം ഷർം ഷെയ്ഖിൽ വരികയാണെങ്കിൽ അടുത്ത 3 ദിവസത്തിനുള്ളിലായിരിക്കും ഈ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. അതോടുകൂടി ആക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കപ്പെടേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് ഗസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായവും വളരെ വിപുലമായ തോതിൽ UN-ന്റെ മേൽനോട്ടത്തിൽ തന്നെ വിതരണം ചെയ്യേണ്ടി വരും. അത്തരം കാര്യങ്ങളിൽ ഇസ്രായേൽ ഏതെങ്കിലും അർത്ഥത്തിൽ പുറകോട്ട് പോവുകയാണെങ്കിൽ അവിടെ വെച്ച് ഹമാസും തങ്ങളുടെ നിലപാട് കടുപ്പിക്കും. അതോടുകൂടി 20 പദ്ധതി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്കൻ നേതൃത്വം വളരെ കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. കാരണം അത്രയേറെ സമ്മർദ്ദം അമേരിക്കക്കുള്ളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഇസ്രായേലിന്റെ ഒറ്റപ്പെടൽ ഒഴിവാക്കണമെങ്കിൽ ഈ കരാറുമായിട്ട് സഹകരിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹമില്ല എന്ന് ട്രംപ് ഔദ്യോഗികമായി തന്നെ നെതന്യാഹുവിനെ അറിയിച്ചിട്ടുമുണ്ട്. അജിം, ശരി. നാസർ, BK സുഹൈൽ കൂടി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുഹൈൽ, ഇവിടെ വളരെ അസ്വീകാര്യമായ, ഹമാസിനെ സംബന്ധിച്ച് അസ്വീകാര്യമായ ചില നിർദ്ദേശങ്ങൾ ട്രംപ് വയ്ക്കുന്നതിലൂടെ ട്രംപ് നെതന്യാഹു യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ചർച്ച നടക്കട്ടെ എന്ന് മാത്രമാണോ?